വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്. കുറച്ച് ദിവസം മുമ്പ് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കടയ്ക്കൽ സ്വദേശിയായ ഒരു ചേട്ടന് വേണ്ടിയിട്ടായിരുന്നു ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത്. അദ്ദേഹം എന്തായാലും ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് ജീവിതത്തിലേക്ക് വന്നു എന്ന് അറിയാൻ കഴിഞ്ഞു. അതിൽ വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതും അതേപോലെ ഫോളോവർ ആയിട്ടുള്ള ഒരു പയ്യൻ, ചെറിയ പയ്യനാണ്, +2 മറ്റോ പഠിക്കുന്നതാണ്. അപ്പോൾ അവൻ്റെ കുടുംബത്തിന് ഇത് കണക്കൊരു പ്രശ്നം വന്നിരിക്കുകയാണ്. കുടുംബത്തിൻ്റെ മുഴുവൻ വരുമാനവും ഓട്ടോ തൊഴിലാളിയായിട്ടുള്ള അബ്ദുൾ റസാഖ് എന്ന് പറയുന്ന 52 വയസ്സുള്ള ഒരു ചേട്ടൻ്റെ മാത്രം ആശ്രയിച്ച് പൊയ്ക്കൊണ്ടിരുന്നതാണ്. കാസർഗോഡ് സ്വദേശികളാണ് ഇവർ. അപ്പോൾ 2 അറ്റാക്കിന് ശേഷം ട്രീറ്റ്മെൻറ്റൊക്കെ നടന്നുകൊണ്ടിരുന്ന സമയത്താണ് ക്യാൻസറും കൂടെ, തൊണ്ടയിൽ ക്യാൻസർ വരുന്നൊരു സാഹചര്യം ഉണ്ടായി. നിലവിൽ 6 കീമോകൾ കഴിഞ്ഞിട്ടുണ്ട്. 6 കീമോ കഴിഞ്ഞ് ഇനി ഒരു 6 കീമോയും കൂടെ ചെയ്യണം എന്നൊരു സാഹചര്യത്തിൽ നിൽക്കുകയാണ്. സ്വന്തമായിട്ട് വീടോ വസ്തുവോ കാര്യങ്ങളൊന്നുമില്ല. ഒരു വാടകയ്ക്ക് തന്നെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒന്നും ചെയ്യാൻ യാതൊരു നിർവാഹവും ഇല്ലാത്ത രീതിയിൽ ആ ഒരു കുടുംബം പെട്ട് നിൽക്കുന്നൊരു സാഹചര്യമാണുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞ് എനിക്ക് കുറേ ദിവസം കൊണ്ട് മെസ്സേജുകൾ അയക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും അവരുടെ ഡീറ്റെയിൽസ് എല്ലാം വെരിഫൈ ചെയ്തു. ജെന്യുവനായിട്ടുള്ളൊരു കാര്യമാണ്. വേറെ യാതൊരു നിർവാഹവും ഇല്ല. 2 മക്കളാണ് അവരുള്ളത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു മനുഷ്യനെ കൂടെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഞാൻ എന്തായാലും അവരുടെ ഡോക്യുമെൻറ്റ്സും അതേപോലെ തന്നെ മെഡിക്കൽ ഡോക്യുമെൻറ്റ്സും QR കോഡും എല്ലാം ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തേക്കാം. നമ്മളെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും ചെറിയൊരു എമൗണ്ടെങ്കിൽ ചെറിയ എമൗണ്ട് ചെയ്തു കഴിഞ്ഞാൽ നന്നായിരിക്കും. കാരണം ഈ 2 ആഴ്ചക്കുള്ളിൽ അടുത്ത കീമോയ്ക്ക് അവർക്ക് ട്രീറ്റ്മെൻറ്റിന് പോകണം. നിലവിൽ ചികിത്സയുടെ ഭാഗമായിട്ട് തിരുവനന്തപുരത്ത് തന്നെയാണ് അവർ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് സ്വദേശികളാണ്. പറ്റുന്ന ആൾക്കാർ എന്തെങ്കിലും ചെറിയൊരു രീതിയിലുള്ള ചെറിയൊരു എമൗണ്ട് ആയാലും കുഴപ്പമില്ല, എന്തെങ്കിലും ഒരു സഹായം ചെയ്ത് സഹായിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും. ആ ഒരു കുടുംബത്തിനെ മൊത്തം നമുക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ എന്തായാലും പറ്റും. അപ്പോൾ ഞാൻ എന്തായാലും ഡീറ്റെയിൽസ് താഴെ കൊടുത്തേക്കാം.